വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. റവ വടയാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വലിയ സൈസിലുള്ള സവാള അരിഞ്ഞതാണ്, നീളത്തിൽ അരിഞ്ഞതാണിത്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ നമുക്ക് കറിവേപ്പില വേണം, ഉപ്പ്, സോഡാപ്പൊടി, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിതൊന്ന് ബൗളിലേക്ക് ഇടട്ടെ. നമുക്ക് ഒരു ബൗളിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഉപ്പ്, ഇത് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഒരു 3 പിഞ്ച് സോഡാപ്പൊടി ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് ഞെരടിയെടുക്കണം. നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ചേർക്കണം. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ ഒന്ന് കഴിയട്ടെ. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിൽ ഇപ്പോൾ നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം. കാരണം നമ്മൾ ഈ സ്പൂണിൽ കുറച്ചെടുത്താണ് നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഈ പാകത്തിന് മതി. നമുക്ക് സ്പൂണും കൊണ്ട് കുറച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതോടെ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഞാൻ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, അതിൻ്റെ ഉള്ളൊന്ന് വേവണം. നമുക്ക് ഒരു വശം ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് നല്ല ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇത് ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഏകദേശം. നമുക്കിത് കോരിയെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ. അപ്പം നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടൻ കട്ടൻ ചായയുടെ ഒപ്പം വട കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്